ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്ന് നമ്മളെ ത്രിലോകത്തിൻ്റെ ഷെഡിലാണുള്ളത്. അത് നമ്മളെ ഷെഡിൽ പുതിയതാ കുറച്ച് ടെക്നോളജിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പം ഇന്നൊരു ഓട്ടം ഉണ്ട് നമ്മളെ ടോക്കിയോ എടുത്തിട്ടാണ്. അപ്പോൾ ടോക്കിയോ ഞാൻ സിറ്റിയിൽ വാഷ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് വാഷ് ചെയ്യാൻ സെറ്റപ്പ് അവിടെ ഇല്ല, ഇനി വരുത്തണം. അപ്പം സിറ്റിയിൽ വാഷ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇന്നൊരു ഓട്ടം ഉണ്ട് ടോക്കിയോക്ക്. അപ്പം ഓട്ടമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ടോക്കിയോൻ്റെ പുതിയ അപ്ഡേറ്റ്സൊക്കെ അറിയാം. അപ്പോൾ രാഹുലിനാണ് നമ്മൾ ഓട്ടം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു പണി ഉണ്ടെന്ന് ഇവിടെ ഈ ഗാരേജൊക്കെ ഒന്ന് സെറ്റാക്കി നമ്മളെ പുതിയ വണ്ടി ഇറക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അടുത്ത് തന്നെ അതിൻ്റെ അപ്ഡേഷൻ വരും. ഒരേ വിളിക്കണ്ടല്ലോ. ഹലോ. ഞാൻ വരാം. ഓക്കെ ഗൈസ്, പണി കിട്ടി. ഇപ്പം ഏതായാലും ഗ്യാരേജ് റെഡിയാക്കാൻ കഴിയില്ല. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ നമ്മളെ നറൂട്ടോൻ്റെ പിങ്കി എന്ന് പറഞ്ഞ വണ്ടി ട്രാവലർ പോലീസ് പൊക്കിയെന്നാണ് പറയുന്നത്. നമുക്ക് അത്യാവശ്യമായിട്ടാണ് ചെല്ലണം സിറ്റി പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ നമ്മൾ അടിച്ച് ചെല്ലാം. കാരണം എന്താ വെച്ചാൽ അവർ ട്രിപ്പ് പോകുമ്പോൾ ചെക്ക് പോസ്റ്റിൽ നിന്ന് പൊക്കിയെന്നാണ് പറയുന്നത്. എന്തോ മോഡിഫിക്കേഷൻ. പക്ഷെ പിങ്കിക്ക് അധികം മോഡിഫിക്കേഷൻസ് ഒന്നും ഇല്ല നോക്കുമ്പോൾ. പക്ഷെ എന്നാലും എന്തെങ്കിലും കാരണം ഉണ്ടായിട്ട് പിടിച്ചതാവും പിങ്കിനെ. മോഡിഫിക്കേഷൻ ആണെന്നാണ് നമ്മൾ നറുട്ടത്തെ നിഗു പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ പുതിയ വണ്ടീൻ്റെ എഡിഷൻ നെയിം ഒന്നും തീരുമാനിച്ചില്ല. എഡിഷൻ നെയിം റിവ്യൂവിന് നമ്മളൊരു മീറ്റപ്പ് ഉണ്ട്. ഇപ്പോഴത്തെ നമ്മളെ നറുട്ടോ ഗ്യാങ്ങിൻ്റെ കൂടെ ഒരു മീറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോഴത്തെ കേസ് ഏതായാലും നമ്മൾ സിറ്റി എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളെ വണ്ടി, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ വണ്ടി ഇവിടെ വെക്കുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ പോലീസ് ഏതായാലും പിങ്കിക്കധികം മോഡിഫിക്കേഷൻസ് ഒന്നും ഇല്ല, കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമ്മളെ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോയാൽ ചിലപ്പോൾ നമ്മളെ വണ്ടിക്കും പെറ്റടിക്കും. ഇവിടുത്തെ പോലീസുകാരാണല്ലോ, പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഏതായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നു പോയേക്കാം. ഇവിടെ വെച്ചാൽ കാണും, പക്ഷേ പോലീസുകാർ അറിയില്ല നമുക്ക് ത്രിലോകത്തിൻ്റെ നമ്മളാണെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും പോയേക്കാം. ഇതാ നറുട്ടോൻ്റെ നിക്കുബ്ര അവിടെ നിൽക്കുന്നുണ്ട്. പുള്ളിയാണ് നമ്മൾ വിളിച്ചത് രാവിലെ. അപ്പോൾ നമുക്ക് എന്താണെന്ന് ചോദിക്കാം. നിക്കുബ്രോ, സുഖല്ലേ? എങ്ങനെ എന്ത് വണ്ടിക്ക് എന്താ പറ്റി? വണ്ടി പോലീസ് നോക്കി. അതെ, കാര്യം എന്തേ? മോഡിഫിക്കേഷൻ ഒന്നും ഇല്ലല്ലോ. അത് ഇവിടെ ഒന്ന് ഇടിച്ച് പണ്ട്. അപ്പം അതിൻ്റെ ദേഷ്യം കൊടുത്തതാ നിങ്ങൾ? അല്ല, നിങ്ങൾ മറ്റേ വിളിച്ചാ? ഓപ്പ് വരാറുണ്ട്. ഓൻ്റെ വണ്ടി ഫുള്ള് മോഡിഫൈ ചെയ്ത വണ്ടിയാണ്. പിടിക്കാനാവോ? ഞങ്ങളിപ്പോൾ ഓന് വന്നിട്ട് എൻ്റെ ഒരു പ്ലാൻ ഉണ്ട്. നമുക്കേതായാലും എൻ്റെ വണ്ടി ഇവിടെ ഞങ്ങോട്ട് ഇറക്കാത്തതുകൊണ്ട് എൻ്റെ പേരറിയാതെ നമ്മൾ എവിടേക്കാണ് പോയതെന്ന് അവർക്ക് മനസ്സിലാവില്ല. എന്ത് വെച്ചാൽ നമുക്ക് എൻ്റെ ഷെഡിലേക്ക് വണ്ടി കൊണ്ടുപോകാം. ആദ്യം മറ്റവനും കൂടി വരട്ടെ. ലോൺ വന്ന കേസ് ഓനും കൂടി വന്നിട്ട് നമുക്ക് വണ്ടി ഷെഡിലേക്ക് കൊണ്ടുപോകാം. ഹലോ, എന്താ സീനി? ഞാനൊന്നും പറയണ്ട. നമ്മളെ പിങ്കി പണ്ട് ഇവിടെ നമ്മളെ ചങ്ങായി ഒരു നറുട്ടോൻ്റെ നികുബ്ര എന്തോ ഒരു ഇത് ഇടിച്ചിരുന്നല്ലോ. ഇത് ഓരോ ബാനറെന്തോ. അപ്പോൾ അതിൻ്റെ പക തീർത്തതാണോ എന്നറിയില്ല. ഇപ്പം നമുക്ക് ഏതായാലും ഒരു പ്ലാൻ ഉണ്ടായാൽ നമുക്കില്ലേ ഇവിടുന്ന് അതാ നല്ലത്. കാരണം എന്താ അറിയോ, നമുക്ക് എൻ്റെ ഷെഡ് പോവാന്നിട്ട് എന്താ എങ്ങനെയല്ലേ ഇപ്പോൾ മുങ്ങിയിട്ട് എൻ്റെ ഷെഡിലേക്ക് പോവാം. സീനൊന്നും ആവില്ലല്ലോ. സീന ആവണേവട്ടെ. നമുക്ക് ഏതായാലും ഒരു സ്ഥലമുണ്ട്, നമുക്ക് അതുകൊണ്ട് എൻ്റെ ഷെഡിലേക്ക് പോവാം ആദ്യം. അപ്പോൾ അങ്ങനെ നമുക്ക് ഞാൻ എടുക്കാം വണ്ടി. ഞാൻ എടുക്കാം മറ്റേ പിങ്കിലെടുക്കും. നൈസായിട്ട് ഒരു കാണാതെ ഞാൻ ഇവിടെ നിന്ന് പൊട്ടിക്കട്ടെ. ഏതായാലും ഇതുവരെ മുങ്ങിയതല്ലേ. ഇതെങ്ങാനോടി പിടിച്ചിട്ടേ പോയേ. ഏതായാലും ഇനിയിപ്പോൾ പിടിക്കില്ല. നമുക്ക് പോലീസുകാർ ഇപ്പം തന്നെ കൂടി പട്ടവനെ ഇപ്പം തന്നെ ഇളകി വരും. എൻ്റെ വണ്ടി കാണാതിരുന്നോ? ഞാൻ ഇപ്പം തന്നെ കുറച്ചാണ്ട് എത്തിയിട്ട് ഞാൻ വണ്ടി എടുത്തു. ഞാൻ എൻ്റെ വണ്ടി എടുത്തിട്ട് വരുന്നത് നല്ലത് ഈ അവസ്ഥയിൽ. അപ്പോൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ
നമുക്ക് പോലീസിൻ്റെ വലിയ ശല്യം ഉണ്ടാവില്ല. കാരണം പോലീസിന് ചെക്ക് പോസ്റ്റ് കടന്നാൽ പിന്നെ വേറെ പോലീസാണല്ലോ. അതുകൊണ്ട് പക്ഷേ അവർക്ക് കുറച്ച് പേപ്പറൊക്കെ ശരിയൊക്കെ വേണമെങ്കിൽ നമ്മൾ അന്വേഷിച്ച് വരാം. അത്ര സമയം നമുക്ക് ഇതിൻ്റെ ഷെഡിൻ്റെ അവിടെ ഒരു മല ഉണ്ട്. നമുക്ക് ആദ്യം ഷെഡ് പോവാം, എന്നിട്ട് ഞാൻ എൻ്റെ വണ്ടി എടുക്കാൻ വരുമ്പോൾ തീരുമാനിക്കാം. ഇപ്പം എൻ്റെ പ്ലാൻ ഇതുവരെ. അപ്പോൾ ഗൈസ് ഞാൻ അത് തിരിച്ച് വണ്ടി എടുക്കാൻ പോയപ്പോൾ ഒരു സീനുണ്ടായി. പോലീസുകാരൊക്കെ കൂടി വളഞ്ഞ് ഞാൻ അങ്ങനെയൊക്കെ കൊണ്ട് വണ്ടിൻ്റെ മുൻഭാഗത്ത് ഞാനിപ്പോൾ നമ്മളെ വർക്ക്ഷോപ്പിൽ നിന്ന് റിപ്പയറാക്കി വണ്ടി എടുത്ത് വന്നപ്പോഴേക്കും ഇവിടെ ഫുള്ള് പിടിച്ച് തെറിച്ച്, അതായത് പോലീസിൻ്റെ ഇവിടെ നിന്ന് റിപ്പയറൊക്കെ ആക്കി നമ്മൾ ഈ കുന്നിൻ്റെ മുകളിലേക്ക് വന്നത്. ആ പോലീസിന് മനസ്സിലായില്ല, നമുക്ക് ഇവിടേക്കാണ് ഈ റേഞ്ച് കിട്ടില്ല, നമ്മൾ ഫോണൊന്നും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ പിങ്കീനെ അവിടെ നിന്ന് എവിടെയും മാറ്റണം. ഒന്നെങ്കിൽ ഞങ്ങളുടെ പ്ലാൻ എന്താ വെച്ചാൽ പിങ്കീൻ്റെ നമ്പറും RC എല്ലാം ഒന്ന് മാറ്റിയിട്ട് പുതിയൊരു രീതിയിൽ കുറച്ച് കാലം കൊണ്ടെടുക്കാം. എന്നിട്ട് പോലീസുകാരോട് നമുക്ക് പറഞ്ഞ് സെറ്റിലാക്കാം, നിങ്ങൾ അങ്ങനെ ദേഷ്യം തീർക്കരുത്, അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തേ ചെയ്യാം. അതല്ല അങ്ങനെയല്ല അല്ലേ, വണ്ടീൻ്റെ കളറൊക്കെ മാറ്റാം, സീനിയ പൈസ തൊട്ട് വേറെ ആക്കാം. അപ്പോൾ നമുക്കെന്നാ പൈസ കുറച്ച് പൊട്ടും, അത് ഏതായാലും എല്ലാവർക്കും അറിയാം. അപ്പം എന്നാൽ നമുക്കിനി വേറെ